വെൽക്കം ടു അവർ ചാനൽ ഈസി ഹിന്ദി ക്ലാസ്. നമുക്കിന്ന് ഇക്കായി 4 പഠിക്കാം. ഈ പാഠത്തിൻ്റെ ഈ യൂണിറ്റിൻ്റെ പേരാണ് മേൽ ജോൽ. മേൽ ജോൽ എന്നാൽ ബന്ധം എന്നാണ് അർത്ഥം. ഈ പേജിൻ്റെ താഴ്വശത്തായിട്ട് രാംധാരി സിംഗ് ദിനകർ എഴുതിയ കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്. സ്നേഹ മിലാത്തോ മിലി നഹി ക്യാ വസ്തു തുമേ. സ്നേഹം കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടാത്തതായി എന്ത് വസ്തുവാണുള്ളത്? നെഹി മില യദി സ്നേഹ ബന്ധു ജീവൻ മീൻ തുമ്നെ ക്യാ പായ. സ്നേഹം ലഭിച്ചിട്ടില്ലെങ്കിൽ സഹോദര നിങ്ങൾ ജീവിതത്തിൽ എന്തു നേടി? ഇത് എഴുതിയത് രാംധാരി സിംഗ് ദിനകറാണ്. അടുത്ത പേജിൽ നിമ്മി എന്ന പെൺകുട്ടിയുടെ ജന്മദിനത്തെക്കുറിച്ചാണ് പറയുന്നത്. മൈ നിമ്മി ഹൂ, ഞാൻ നിമ്മിയാണ്. 10 അഗസ്റ്റ് 2012 മേരാ ജന്മദിൻ ഹൈ. ഞാൻ നിമ്മിയാണ്. ആഗസ്റ്റ് 10, 2012 എൻ്റെ ജന്മദിനം ആണ്. താഴെ നിങ്ങളുടെ ജന്മദിനം എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സൈഡിലായിട്ട് 1 മുതൽ 31 വരെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ 1, 2 എന്ന് സൈഡിൽ നമ്പർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. അടുത്ത ചെറിയ കോളത്തിൽ മാസങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, അഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇവിടെ എഴുതാൻ തന്നിട്ടുള്ള ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മദിനവും എഴുതി ഈ ബോക്സ് കംപ്ലീറ്റ് ചെയ്യുക. നമുക്കിന്നൊരു കഹാനി പഠിക്കാം. കഥ. കഹാനി, കഥ. കഥയുടെ പേരാണ് തും ജിയോ ഹസാരോം സാൽ, സാൽ കെ ദിൻ ഹോ 50,000. തും ജിയോ, തും നിങ്ങൾ, ജിയോ ജീവിക്കൂ, ഹസാരോം സാൽ 1000 വർഷം, സാൽ വർഷം, സാൽ കെ ദിൻ ഹോ 50,000 വർഷത്തിലെ ദിനങ്ങൾ 50,000, 50,000 50,000, വർഷത്തിൽ 50,000 ദിനങ്ങൾ ഉണ്ടാവട്ടെ. കഥ എഴുതിയത് ഷിരാസ് ഹുസൈൻ ആണ്. ഷിരാസ് ഹുസൈൻ. നോക്കാം. നിമ്മിക കൽ ബർത്ത്ഡേ ഥ. നിമ്മിക, നിമ്മിയുടെ, കൽ ഇന്നലെ, ബർത്ത്ഡേ ഥ. കൽ എന്നതിന് നാളെ എന്നും ഇന്നലെ എന്നും അർത്ഥമുണ്ട്. ഇവിടെ ഇന്നലെ എന്നാണ്. ഇന്നലെ നിമ്മിയുടെ ജന്മദിനം ആയിരുന്നു. ആജ് സുബഹ് കെ വോ തോഹഫോം കോ ഗോൽ ഗോൽ കർ ദേഖ്നെ മേ ലഗി ഹെ. ആജ് ഇന്ന്, സുബഹ് സെ രാവിലെ മുതൽ, വോ അവൾ, തോഹഫോം കോ ഗോൽ ഗോൽ കർ സമ്മാനങ്ങൾ, തോഹഫോം സമ്മാനങ്ങൾ, ഗോൽ ഗോൽ കർ തുറന്ന്, ദേഖ്നെ മേ ലഗി നോക്കാൻ തുടങ്ങി. വിനോദ് അങ്കിൾ കാ ദിയ ബർത്ത്ഡേ കാർഡ് ബഹുത്ത് സുന്ദർ ഥ. വിനോദ് അങ്കിള് നൽകിയ ബർത്ത്ഡേ കാർഡ് വളരെയധികം ഭംഗിയുള്ളതും മനോഹരമുള്ളതുമായിരുന്നു. ഉസ് പർ ഏക് കാർട്ടൂൺ ബനാ ഥ ഔർ ലിഖാ ഥ. ഉസ് പർ അതിൽ, ഏക് കാർട്ടൂൺ ബനാ ഥ ഒരു, ഉസ് പർ ഏക്, ഉസ് പർ അതിൽ, ഏക് കാർട്ടൂൺ ബനാത്ത ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. ഔർ ലിഖാത്ത അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു. എന്താണ് എഴുതിയത്? തും ജിയോ ഹസാരോം സാൽ, സാൽ കെ ദിൻ ഹോ 50,000. ഇത് ഒരു കവിതയുടെ വരികളാണ്. ജന്മദിനം ആശംസിച്ചുകൊണ്ട് അങ്കിൾ എഴുതിയ വാക്കുകളാണ്, അങ്കിൾ എഴുതിയ വരികളാണ് ഇവ. തും ജിയോ ഹസാരോം സാൽ, സാൽ കെ ദിൻ ഹോ 50,000. ഈ വരികളാണ് നമ്മുടെ പാഠത്തിൻ്റെ പേരും. നീ 1000 വർഷം ജീവിക്കട്ടെ, നിനക്ക് 1000 വർഷം ജീവിക്കാൻ സാധിക്കട്ടെ. അതേപോലെ തന്നെ ഓരോ വർഷവും 50,000 ദിവസങ്ങൾ ഉണ്ടാവട്ടെ. ഹൈ ഏ കൈസി കവിത ഹുയി. ഇത് എന്ത് കവിതയാണ്? വഹ് കുച്ച് ഉലച്ചി സുലച്ചി സി നാനാ കെ പാസ് ദൗടി. അവൾ ഓടി മുത്തശ്ശൻ്റെ അടുത്തെത്തി. നാന മുത്തശ്ശൻ, മുത്തശ്ശൻ്റെ അടുത്തെത്തി. ഉനേം കാർഡ് ദിഖായ ഔർ ബോലി. അവൾ മുത്തശ്ശനെ കാർഡ് കാണിച്ചു. ദിഖായ കാണിച്ചു, എന്നിട്ട് പറഞ്ഞു. ബോലി പറഞ്ഞു. നാന പർ 50,000 തോ ബഹുത്ത് ജ്യാദാ ഹോ ഹേന. നാന മുത്തശ്ശ, പർ 50,000 തോ ഏ 50,000 വർഷം എന്ത്, ബഹുത്ത് ജ്യാദാ ഹോത്താ ഹേന വളരെ അധികം ഇല്ലേ? ഇത്തനെ സാൽ കോൻ ജീത്താ ഹേ. ഇത്രയും അധികം വർഷം, ഇത്തനെ ഇത്രയും, സാൽ വർഷം, കോൻ ആര്, ഇത്രയധികം വർഷം ആര് ജീവിക്കും? നാനാനെ കഹ മുത്തശ്ശൻ പറഞ്ഞു. യഹ് തോ ഏക് തരഹ് കി ദുവാ ഹൈ. യഹ് തോ ഇത്, ഏക് തരഹ് കി ഒരു രീതിയിലുള്ള, ദുവാ ഹൈ ഇതൊരു പ്രാർത്ഥനയാണ്, ഇതൊരു ആശംസയാണ്.
मतलब कुछ ऐसा काम कर जाओ कि दुनिया आपको हमेशा याद रखे. मतलब कुछ ऐसा काम कर जाവോ. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയുള്ള ജോലി ചെയ്യണം. കാം ജോലി എങ്ങനെയുള്ളതാണ്? ദുനിയ ആപ്കോ ഹമേഷ യാദ് രഖേ. ദുനിയ ലോകം നിങ്ങളെ എപ്പോഴും ഓർക്കുന്ന രീതിയിലുള്ള ജോലി നമ്മൾ ചെയ്യണം. അങ്ങനെയുള്ള പ്രവർത്തികളാണ് നമ്മൾ ചെയ്യേണ്ടത്. മത്ലബ് നിമ്മീനെ സറ ആകെ ആക്കർ പൂച്ച. നിമ്മിക്ക് പിന്നെയും മനസ്സിലായില്ല. നിമ്മി വീണ്ടും ചോദിച്ചു എന്താണ് അതിൻ്റെ അർത്ഥം. മുത്തശ്ശൻ പറയാണ് മത്ലബ് ജൈസെ മദർ ടെരേസ, അമീർ ഖുസ്രോ യാ ഗാന്ധിജി. ये लोग आज जिंदा नहीं है पर इन्हें सब आज भी याद रखते हैं. മുത്തശ്ശൻ എന്താണ് പറയുന്നത്? മദർ തെരേസ, അമീർ ഖുസ്രോ, ഗാന്ധിജി എന്നീ ജനങ്ങളെ ഇന്ന് ജീവിച്ചിരിപ്പില്ല, പക്ഷേ ഇന്നും അവരെ ഈ ലോകം ഓർമ്മിക്കുന്നുണ്ട്. ഓ സമച്ചി, നിമ്മി പറഞ്ഞു. ബഡിയ ബാത് ലിഖി ഹെ. നിമ്മി ബോലി. ഇപ്പം മനസ്സിലായി, വലിയ കാര്യമാണല്ലോ എഴുതിയിരിക്കുന്നത് എന്ന് നിമ്മി പറഞ്ഞു. ബഡിയ ബാത്ത് എന്ന് വെച്ചാൽ ഏറ്റവും നല്ല ആശംസയാണല്ലോ എഴുതിയിരിക്കുന്നത്, ഏറ്റവും നല്ല കാര്യമാണല്ലോ എഴുതിയിരിക്കുന്നതെന്ന് നിമ്മി പറഞ്ഞു. ഹാ സോ തോ ഹേ. അതെ എന്ന് മുത്തശ്ശൻ പറയാണ്. യേ കവിത ബൽക്കി യഹ് ഷേർ മിർജ ഗാലിബ് നെ ലിഖാ ഹേ. നാനാനെ ഉസ്കെ ഹാത്ത് സെ കാർഡ് ലേത്തെ ഹുയേ കഹ. അവളുടെ കയ്യിൽ നിന്ന് കാർഡ് വാങ്ങിയിട്ട് മുത്തശ്ശൻ പറഞ്ഞു ഈ കവിത എഴുതിയത് ഷേർ മിർജ ഗാലിബ് ആണ്. അരേ നാനു അബ് യഹ് ഷേർ ബനാനെ വാലെ ഗാലിബ് കഹാം സെ ആ ഗയേ. നിമ്മി ചോദിക്കാണ് മുത്തശ്ശ, ഈ ഈരടികൾ എഴുതുന്ന, ഈ 2 വരി കവിത എഴുതുന്ന ഗാലിബ് എവിടുന്ന് വന്നു? ഗാലിബ് നെഹി ഗാലിബ്. ഗാലിബ് അല്ല, ഗാലിബ് എന്നാണ് എന്ന് പറയാണ് മുത്തശ്ശൻ. യേ ഉറുദു ഭാഷാക്കെ ഷായർത്തെ. യേ ഉറുദു ഭാഷാക്കെ ഷായർത്തെ. ഷായർ കവി. ഉറുദു ഭാഷയിലെ കവിയാണ് ഇദ്ദേഹം. ഷായർ കി കവിതാമേം കയി സാരി ദോ ലൈൻസ് ഹോത്തി ഹൈൻ. കവിതയിൽ 2 വരികളാണ് ഉണ്ടാവുക. യേ 2 ലൈൻസ് ഹി ഷേർ കഹലാത്തി ഹൈൻ. ഈ 2 വരികളാണ് ഷേർ എന്ന് പറയുന്നത്. ജൈസെ ഉദാഹരണം, തും ജിയോ ഹസാരോം സാൽ, സാൽ കെ ദിൻ ഹോ 50,000. ഇതിൻ്റെ ഉദാഹരണമാണ് ഈ വരികൾ. കഹത്തെ ഹുയെ നാന ഉഡ്ഗഡേ ഹുയെ. ഇത് പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടുന്ന് എഴുന്നേറ്റു. നിമ്മീനെ ഏകദം ഉൻകാ രാസ്ത റോക്ക ഔർ ബോലി നാന കോയി ഔർ ഷേർ കി ബാത് ബതാവോന. മുത്തശ്ശനെ അവിടുന്ന് ഒരു നിമിഷം രാസ്ത റോക്ക വഴിതടഞ്ഞിട്ട് ബോലി പറഞ്ഞു. നാന കോയി ഔർ ഷേർ കി ബാത് ബതാവോന. ഇനിയും ഈ ഷേറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാമോ എന്ന് ചോദിക്കുകയാണ്. അച്ഛാ ഗാലിബ് കി ഹി ബാത് ബതാദോ. ഗാലിബിൻ്റെ കാര്യവും പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുകയാണ്. മേരാ മത്ലബ് ഗാലിബ് കി. അരേ അബ് ബാദ് മേ സുനാവൂങ്ക. ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ബാദ് ശേഷം. അബി മുസേ സറ സബ്ജി ലേനെ ജാനാ ഹെ. ഇപ്പോഴെനിക്ക് പച്ചക്കറി, സബ്ജി പച്ചക്കറി എടുക്കാൻ പോകേണ്ടതുണ്ട്, പച്ചക്കറി ശേഖരിക്കാൻ പോകേണ്ടതുണ്ട്.